Congratulations to India, led by Rohit Sharma. ICC Men's T20 Cricket World Cup. Action! നമസ്കാരം. ലോക ക്രിക്കറ്റിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടുനിന്ന കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് രോഹിത്തും കുട്ടികളും കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിനു വേണ്ടി ആ കപ്പ് ഉയർത്തി. 2023 നവംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയ്ക്ക് മുമ്പിൽ ഒഴുകിയ ആ കണ്ണുനീർ 2024 ജൂൺ മാസം 29 ബാർബഡോസിൽ വെച്ച് അവർ കഴുകിക്കളഞ്ഞു. രാജ്യത്തെ 140 കോടി വരുന്ന ജനതയ്ക്ക് വേണ്ടി സ്വന്തം ഹൃദയത്തിലേക്കാണ് അയാൾ ആ കപ്പ് ഏറ്റുവാങ്ങിയത്. കപ്പ് ഏറ്റുവാങ്ങിയ ശേഷം അയാളത് മേൽപോട്ടുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ ആനന്ദത്തിൻ്റെതായിരുന്നു. For four spinners is, which I'm not going to say in public now, but I'll definitely say it there. First time in the history of World Cup, ரெண்டு unbeaten team finals விளையாட போறாங்க. Sri Lanka have finished it off. The Bangladeshis are delighted, as you would see. They are shaking each other's hand. Demolished India, the might of India. Are India going home? Now have you got it? Yes, yes. Sri Lanka, the new champions. Oh, game over! Game over! And the West Indies. Straight up, straight up. Got it! Got it! Jadeja is on his way, and New Zealand have broken the partnership. Come back for two. And Australia win the World Cup for the 6th time. And it's 1 billion dreams have been coming here. Anand, this is 1 billion prayers. It's in the air, it's India. Who win the T20 World Cup after 17 years. The drought is over. An ICC tournament after 13. They all go to ground. They worked extremely hard for this. Congratulations to India, led by Rohit Sharma. ICC Men's T20 Cricket World Cup champions 2024. മത്സരം കഴിഞ്ഞതോടെ കളിക്കാരിലും കാണികളിലും സന്തോഷം അടതല്ലുകയായിരുന്നു. കളിക്കാർ ഗ്രൗണ്ടിലൂടെ തലങ്ങും വിലങ്ങും ഓടി. പിന്നെ അവർ ദേശീയ പതാക എടുത്ത് ഉയർത്തി വീശി. രോഹിത്ത് കുറച്ചു നേരം ഏകനായി ഗ്രൗണ്ടിൽ മലർന്നു കിടന്നു. പിന്നെ തൻ്റെ സഹകളിക്കാർ ഓരോരുത്തരെയും അയാൾ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. അയാൾ ആ കപ്പിൽ എത്ര തവണ ചുംബിച്ചിട്ടുണ്ടാകുമെന്ന് ഒരുപക്ഷെ അയാൾക്ക് തന്നെ അറിയുമായിരിക്കില്ല. പിന്നെ അയാൾ ആ ഗ്രൗണ്ടിൽ കമിഴ്ന്നു കിടന്നു. പക്ഷേ ഇവിടെ നിന്ന് ഏറ്റവും പ്രസക്തമാകുന്നത് രോഹിത്ത് ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ്. സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യവും അതുതന്നെ. ഒപ്പം 2023 നവംബർ 19 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചതിന് ശേഷം ഓസ്ട്രേലിയൻ പ്ലെയറായ മിച്ചൽ മാർഷ് ചെയ്ത ഒരു പ്രവൃത്തിയും ഇവിടെ ഇതിനോടുകൂടെ താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യപ്പെടുന്നു. കളി ജയിച്ചതിന് ശേഷം രോഹിത്ത് ക്രീസിൽ നിന്നും കുറച്ച് മണ്ണെടുത്ത് വായിലിട്ട് ചവച്ച് തിന്നുന്ന ഒരു ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം 2023 ഇന്ത്യയെ തോൽപ്പിച്ചതിന് ശേഷം മിച്ചൽ മാർഷ് ട്രോഫിയുടെ മുകളിൽ കാൽ കയറ്റി വച്ചിരിക്കുന്ന ചിത്രവും ഏറെ വിമർശന വിധേയമായി ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓരോ തവണയും വിംബിൾഡൺ നേടിക്കഴിഞ്ഞ് നൊവാക് ജോക്കോവിച്ച് ഗ്രാസ് കോർട്ടിൽ നിന്നും പുല്ലുപറിച്ച് തിന്നുന്ന ചിത്രവും
സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കപ്പ് ഏറ്റുവാങ്ങുന്നതിനായി പ്രസൻറ്റേഷൻ സെറിമണിയിലേക്ക് രോഹിത് കടന്നു വന്ന രീതിയും ഏറെ വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ലയണൽ മെസ്സി വന്നതും കഴിഞ്ഞ IPL ടൂർണമെൻറ്റ് വിജയിച്ചതിന് ശേഷം ട്രോഫി ഏറ്റുവാങ്ങാൻ ശ്രേയസ് അയ്യർ കടന്നു വന്നതും സമാനമായ രീതികളിലൂടെയായിരുന്നു. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.